ആമ്പല്ലൂർ ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവെട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചുവെന്ന NCTV വാർത്തയെ തുടർന്ന് പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ. ആമ്പല്ലൂരിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശത്തെ വെള്ളക്കെട്ടിലാക്കുമെന്ന വ്യാപാരികളുടെ പരാതി ഗൗരവമായി പരിഗണിക്കുമെന്ന് അളഗപ്പനഗർ പഞ്ചായത്ത് ഭരണസമിതി. അമ്പല്ലൂർ പാടം മണ്ണിട്ട് നികത്തിയ ഇപ്പോഴത്തെ ജോർജ് ടൗണിൽ വെള്ളം ഒഴുകാനും അധികജലം ഉൾക്കൊള്ളാനും നിലനിർത്തിയിരുന്ന തോടുകൾ നികത്തിയ നിലയിലാണ്. ഇവിടെ നിന്നും ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൽവർട്ടിൽ അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. 10 അടിയോളം വീതിയുള്ള കൽവർട്ട് മറുഭാഗത്ത് നെന്മണിക്കര പഞ്ചായത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ വീതി 2 അടിയായി കുറയുകയാണ്. ദേശീയപാതയിൽ നിലവിലുള്ള 4 കൽവർട്ടുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. പല ഭാഗങ്ങളിലും തോട് ചുരുങ്ങിയും തീരെ ഇല്ലാതായും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളം മുഴുവൻ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കയറുന്ന സ്ഥിതിയാണ്. അടഞ്ഞുപോയ കൽവർട്ടുകൾ തുറന്നു തരേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ പറഞ്ഞു. വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ച വിഷയം ഗൗരവമേറിയതാണ്. അടിയന്തരമായി അമ്പല്ലൂർ ജംഗ്ഷനിൽ വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങളിലെ തടസ്സങ്ങൾ നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നെന്മണിക്കര പഞ്ചായത്തിലേക്കാണ് ഈ തോട് പോയിരിക്കുന്നത്. അവിടെ അത് അടവ് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2 മാസം മുൻപ് ഉണ്ടായ ഒരു കമ്മിറ്റിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു പ്രമേയം പാസ്സാക്കി. അത് എല്ലാ ഭരണസമിതി അംഗങ്ങളും അത് അംഗീകരിച്ച് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇതിൻ്റെ കോപ്പികൾ വിട്ടു. ഈ കഴിഞ്ഞ മാസത്തിലെ താലൂക്ക് സമിതിയിലും ഈ NHന്റെ ഭാഗം അളഗപ്പനഗർ പഞ്ചായത്തിൽ 4 കൽവർട്ടുകളുണ്ട്. ഇത് മുഴുവൻ അടഞ്ഞിരിക്കുകയാണ്. വ്യാപാരി വ്യവസായികൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ അടുത്തുള്ള കടകളിലേക്കൊക്കെ വെള്ളം കയറുകയാണ്. അപ്പോൾ അതും എല്ലാം കൊണ്ടും തന്നെ ഞങ്ങൾ ഇതിന് വേണ്ട നടപടികളെല്ലാം കളക്ടർക്ക് അടക്കം എല്ലാവർക്കും ഇത് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഉചിതമായ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA അടക്കമുള്ള യോഗം ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗം കൂടിയാലും ഈ കാര്യം അവതരിപ്പിച്ചു. ഇനി ഉടനടി തന്നെ കളക്ടറെ പോയി നേരിട്ട് കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത ഇന്നോ നാളെയായിട്ട് പോകും. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ അടിപ്പാത നിർമ്മിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിയും നെന്മണിക്കര, അളഗപ്പനഗർ, പുതുക്കാട് പഞ്ചായത്തുകളും ചെയ്യേണ്ട ആസൂത്രണങ്ങൾ സംബന്ധിച്ച് യോഗങ്ങൾ ചേരുകയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതുമാണ്. എന്നാൽ ദേശീയപാതയുടെ മറുവശത്ത് നെന്മണിക്കര പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അശാസ്ത്രീയമായി നികത്തിയ നിലയിലാണെന്നും ഇത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി കുറ്റപ്പെടുത്തി. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ കനക്കുന്നതിന് മുൻപ് നികത്തിയ തോടുകൾ വീണ്ടെടുക്കാൻ നെന്മണിക്കര പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുമെന്നും വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഈ ഭരണസമിതി ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം കിട്ടിയ ഒരു വലിയൊരു പരാതിയാണ് ഈ വെള്ളം ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്നില്ല എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 കമ്മിറ്റി മുൻപ് നമ്മൾ ഇവിടെ ഈ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രമേയം അവതരിപ്പിക്കുകയും ഇവിടുത്തെ ലൈറ്റ് അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉന്നതാധികാരികൾക്ക് അത് കൈമാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടപടികൾ എടുക്കുന്നതിന് വേണ്ടി അവരാണ് മുൻകൂട്ടി മുന്നോട്ട് വരേണ്ടത്. നമ്മളതിൻ്റെ പിന്നാലെ ഉണ്ട്. നെന്മണിക്കര പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഈ ഹൈവേയുടെ അപ്പുറത്തെ ഭാഗം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വീതി ഉണ്ടെങ്കിലും അപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ തോടിൻ്റെ വീതി വളരെ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന വെള്ളം, ശക്തമായി വരുന്ന വെള്ളം അപ്പുറത്തേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ ചാലുമായി ബന്ധപ്പെട്ടിട്ട്. എന്തായാലും അത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കളക്ടറെ പോയി കണ്ട് അതിന് വേണ്ട ഉന്നത അധികാരികളെ കാണാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്തായാലും അടുത്ത് തന്നെ ചെയ്യും. ഈ തൽക്കാലം ഈ കാര്യങ്ങൾ പെട്ടെന്ന് അടിയന്തരമായിട്ട് തീരുമാനം എടുക്കും. കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാണ്. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബെന്നി TT, സിനി ബിജു, ലിറ്റി മേജോ എന്നിവരാണ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട സ്ഥലങ്ങൾ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചത്. അമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇപ്പോൾ നിലവിൽ തന്നെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന അമ്പല്ലൂർ ജംഗ്ഷനും ഒപ്പം തൊട്ടപ്പുറത്തെ നെന്മണിക്കര ഗ്രാമവുമൊക്കെ കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി കൂടി നേരിടുകയാണ്. നമുക്കറിയാം, ഇവിടെ അമ്പല്ലൂർ ജംഗ്ഷനിൽ ജോർജ് ടൗണിൽ വെള്ളം ഒഴുകിപ്പോകാനും ഒപ്പം അധിക ജലം നിലനിർത്താനും നിർമ്മിച്ചിട്ടുള്ള ഈ
കൾവർട്ടിൽ ഇപ്പോൾ കോൺക്രീറ്റ് മാലിന്യങ്ങളും ഒപ്പം ഫ്ലക്സ് അടക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ് ഈ തോട്ടിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. മഴ കനക്കുന്നതോടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ കനക്കുന്നതോടെ ഈ തോട്ടിൽ വെള്ളം നിറഞ്ഞ് അമ്പല്ലൂർ ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് സമീപത്തെ വ്യാപാരികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റിയെയും ജില്ലാ ഭരണകൂടത്തെയും പലതവണ സമീപിച്ചെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന പരാതിയും ഉണ്ട്. ഏതായാലും അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.